നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ ദൈവാലയം എന്ന നിലയിൽ പ്രസിദ്ധമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചാത്തമ്മ എന്ന കൊച്ചു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന നിത്യസഹായ മാതാ ദൈവാലയം. കൊച്ചി നഗരത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കുമ്പളം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇരട്ട ദ്വീപുകളാണ് ചേപ്പനവും ചാത്തമ്മയും. ഈ രണ്ടു ദ്വീപുകളുടെയും മധ്യഭാഗത്തായി കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ ഇന്ത്യയിലെ ആദ്യ ദൈവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദൈവാലയത്തെപ്പറ്റി ബഹുമാനപ്പെട്ട വികാരി അച്ഛനിൽ നിന്നും കൂടുതലായി നമുക്കറിയാം. എൻ്റെ പേര് തോമസ് കണ്ണാട്ടെന്നാണ്. ഞാൻ ഈ നിത്യസഹായ മാതാ പള്ളി ചാത്തമ്മ, ഇന്ത്യയിൽ ആദ്യത്തെ നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വികാരിയായിട്ട് 3-4 മാസമേ ആയുള്ളൂ. എൻ്റെ സ്വന്തം ഇടവക തോമാസുകാർ സ്ഥാപിതമായ കോക്കമംഗലം മാർത്തോമ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ വികാരിയായിട്ടാണ് സേവനം ചെയ്യുന്നത്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആയിട്ട് ഇടപഴകാനും വിശ്വാസികളുടെ തീഷ്ണതയൊക്കെ നമുക്ക് കൂടുതൽ പ്രത്യാശയും സന്തോഷം നൽകുന്നതാണ്. യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ആ കാലയളവിൽ പ്രദേശവാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കാതെ വരുന്നു എന്ന തിരിച്ചറിവിൽ അന്നത്തെ പുതിയകാവ് പള്ളി വികാരി മോൺസിഞ്ഞോർ ജോസഫ് പൈനുങ്കൽ ദേശവാസികളുടെ ക്ലേശങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ചാത്തമ്മയിൽ ഒരു ദൈവാലയം സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മോൺസിഞ്ഞോർ ജോസഫ് പൈനുങ്കൽ അച്ഛൻ്റെ കാലത്താണ് ഈ പള്ളി സ്ഥാപിതമാകുന്നത്. 1894 അച്ഛൻ്റെ ജനനം എന്ന് മനസ്സിലാക്കുന്നത്. 1920 അദ്ദേഹത്തിന് വൈദിക പട്ടം ലഭിക്കാനിടയായിട്ടുണ്ട്. 1924 നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിൽ ഇവിടെ ഒരു പള്ളി പണിയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നത്തെ ഗവൺമെൻറ് അധികാരികളിൽ നിന്നും ഈ പ്രദേശത്ത് ഒരു ക്രൈസ്തവ ദേവാലയം പണിയാൻ ആവശ്യമായിട്ടുള്ള അനുവാദം അന്നത്തെ രാജാവിൽ നിന്ന് നേടുകയും വസ്തുവകൾ തന്നെ രാജാവ് ദാനം ചെയ്ത് ആ പ്രദേശത്താണ് പള്ളി പണിതിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമായതുകൊണ്ട് ഈ ക്രൈസ്തവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട്. നിത്യസഹായ മാതാവിൻ്റെ ഒരു അത്ഭുത ചിത്രം അക്കാലത്ത് റോമിലുള്ള റിഡംപ്റ്ററിസ്റ്റ് വൈദികരുടെ ജനറലേറ്റിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1866 പിയൂസ് 9 മാർപ്പാപ്പ നിത്യസഹായ മാതാവിനെ ലോകമെങ്ങും അറിയിക്കുവിൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് റിഡംപ്റ്ററിസ്റ്റ് വൈദികരെ ഏൽപ്പിച്ച നിത്യസഹായ മാതാവിൻ്റെ ഐക്കണിൻ്റെ പകർപ്പായിരുന്നു അത്. ചാത്തമ്മയിൽ പുതിയതായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന പള്ളി നിത്യസഹായ മാതാവിൻ്റെയും വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയുടെയും നാമത്തിൽ സ്ഥാപിക്കുവാനും പ്രസ്തുത ചിത്രം ഇവിടെ പ്രതിഷ്ഠിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. 1999 പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി. 2002 പള്ളിയുടെയും നിർമ്മാണം മുഴുവൻ ഇടവക ജനങ്ങളുടെയും മറ്റു പലരുടെയും സഹകരണത്തോടെ പൂർത്തിയാക്കി. ആ വർഷത്തെ തിരുനാളിനോടൊപ്പം ദിവ്യരക്ഷക സഭാംഗമായ കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ ദൈവാലയത്തിൻ്റെ ആശീർവാദ കർമ്മവും നിർവഹിക്കുകയുണ്ടായി. ഈ ദേവാലയം സ്ഥാപിതമായതിൻ്റെ 100 വർഷം ഇപ്പോൾ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ള വിപുലമായിട്ട് ആഘോഷിച്ചിട്ട്. ഇവിടുത്തെ തിരുനാളാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അക്രൈസ്തവർ പോലും വിദേശങ്ങളിലുള്ളവരെല്ലാം ഇവിടെ വരികയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ഈ തിരുനാളിന് വേണ്ടി മാത്രം വരുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ ഇടവക്കാർക്ക് വളരെ വലുതാണ്. വ്യത്യസ്തമായ പരിപാടികളിലൂടെയും പ്രാർത്ഥനാനിരതമായ പ്രവർത്തനങ്ങളിലൂടെയും കൃത്യമായ ഒരുക്കത്തിലൂടെയും 2024 ജനുവരിയിൽ 1 വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കപ്പെട്ടു. 1939 ഐറിഷുകാരായ റിഡംപ്റ്ററിസ്റ്റ് വൈദികരാൽ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ഇന്ത്യയിൽ പ്രചരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1924 ആ നാമധേയത്തിൽ
ഭാരതത്തിൽ ആദ്യ ദൈവാലയം ചാത്തമ്മയിൽ സ്ഥാപിതമായി. നാനാജാതി മതസ്ഥർ ഇന്നും നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ചാത്തമ്മയിലേക്ക് എത്തുന്നു. ഈ അമ്മ വന്നതോടുകൂടി ഈ നാടിൻ്റെ സമഗ്രമായ മേഖലകളിൽ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് വർഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്ന ആ ചൈതന്യം ഇന്ന് നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ ചാത്തമ്മ ഗ്രാമത്തിൻ്റെ അമ്മയെ, പരിശുദ്ധ അമ്മയെ തന്നെ കണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് നാനാജാതി മതസ്ഥർ എല്ലാവരുടെയും ഒരു ആശ്രയകേന്ദ്രമായിട്ടാണ് ഈ ദേവാലയത്തെ കണ്ടുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാനും യാചനകൾ സമർപ്പിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്നത്. വീട് വെഞ്ചരിപ്പുമായിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയ വഴിയിൽ അക്രമസ്ഥരായിട്ടുള്ള പല ആളുകളെയും പരിചയപ്പെടാനിടയായപ്പോൾ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പള്ളിയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് അച്ഛാ, മക്കളെ എല്ലാം കെട്ടിച്ച് വിട്ടിട്ടുണ്ട്, പക്ഷെ അതിലൊരു മകള് ഒരു കുഞ്ഞുങ്ങളില്ലാതെ വന്ന സാഹചര്യത്തിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞ് ഉണ്ടായെന്ന് പറഞ്ഞൊരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ നമ്മളോട് വികാരിയായിരിക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേനയും ശനിയാഴ്ച നിത്യസഹായ മാതാവിൻ്റെ നൊവേനയാണുള്ളത്. അപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയ്ക്ക് നിയോഗങ്ങൾ വയ്ക്കുന്നതും അക്രൈസരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവരിങ്ങനെ നേർച്ചയൊക്കെ നേരുന്നത്. 9-ാം പിയൂസ് പാപ്പായുടെ ആഹ്വാനം ശിരസാ വഹിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും നിത്യസഹായ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന എല്ലാ ദിവ്യരക്ഷക സമൂഹാംഗങ്ങളോടും ചേർന്ന് നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിൽ നമുക്കും പ്രാർത്ഥിക്കാം. നിത്യസഹായ മാതാവേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ.